ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ എന്താണ് ഫുഡാണ്. ഇമാംബാറയിലുള്ള നമ്മുടെ ഹുസൈനാബാദിലെ ഫുഡ് സ്ട്രീറ്റ്, പ്രത്യേകിച്ച് ഒരു 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം ആ ഒരു സ്ട്രീറ്റ് അങ്ങോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ സംവിധാനമേ ഇല്ല. അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടൂല അല്ലേ. പല എന്തൊക്കെ തരം വിഭവങ്ങളാണ്. ഒരു ബിരിയാണി തന്നെ പല മോഡലും. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് കൂടെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കുഴിമന്തിക്ക് അപ്പുറത്തേക്ക് കുറവാണ്. ഇവിടെ ഒന്ന് തുടങ്ങാണ് മുറാദാബാദ്, ഇദ്രീസ് ബിരിയാണി. ഓരോ നാട്ടിലും ഓരോരോ ബിരിയാണിയാണ് എന്ത് മഷൂറായിരിക്കുന്നത്. അതെല്ലാം ഇവിടെ ഉണ്ട്, ലക്നോയിൽ കിട്ടും. അല്ലാതെ പിന്നെ ഇവർക്ക് തന്നെ എന്താണ് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു മസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിട്ടൊക്കെ ഓരോരോ ബിരിയാണീന്റെ പേരും പറഞ്ഞ് ഇറക്കുന്നുണ്ട്. എന്തായാലും വ്യത്യസ്ത ടേസ്റ്റുകളാണ്. ചിക്കൻ തന്നെ ഇപ്പം ചിക്കനൊക്കെ ഇവിടെ സംബന്ധിച്ച് വളരെ വില കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. കാരണം രാഷ്ട്രീയം പ്രശ്നമല്ലാത്ത ഒരു നാടുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രശ്നമല്ലേ? എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയം എല്ലായിടത്തും പ്രശ്നമാണ്. എന്താണ് വർഗീയമായ നാടാന്നൊക്കെ പറയാറുണ്ട്. അത് ഇവന്മാര് തന്നെ വോട്ട് കിട്ടാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നാണ്. അതെ, വോട്ട് അത് എന്താണ് ചില ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മതസ്പർദ്ധ വളർത്തുക എന്നുള്ളത്. പക്ഷെ വിദ്യാഭ്യാസത്തിൽ ജനങ്ങൾ പൊതുവെ പിന്നോട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പിന്നോട്ടാണെങ്കിലും. പക്ഷെ എന്നാൽ പോലും എന്താണ് മൂല്യങ്ങളുള്ള ഒരുപാട് പേര് എന്താണ് ജനങ്ങളിലുണ്ട്. അത് പാവങ്ങളിലായാലും സമ്പന്നരിലായാലും അവരിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പരസ്പരം ബഹുമാനിക്കണം എന്നുള്ള മൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെ ആരൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് എതിർക്കാനോ അല്ലെങ്കിൽ എതിർക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ബാർബർ ഷോപ്പുകൾ, ഇവിടുത്തെ തെരുവ് എല്ലായിടത്തും ഇതുപോലെയാണ് ഇരിക്കും. നമ്മുടെ നാടുകളിലൊക്കെ എന്താണ് AC ഇല്ലാത്ത ബാർബർ ഷോപ്പുകൾ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 150 കൊടുക്കാതെ മുടി നാടി നന്നാക്കാല്ലേ. ഇവിടെ വെറും 20-30 രൂപ കൊടുത്താൽ താടി മുടിയും സെറ്റാക്കി തരും. ഓക്കെ. ഇതിപ്പോ 2 ഉപ്പമാർ എന്ത് ചെയ്യാണ്, ഇവിടെ മുടി വെട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലക്നോയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നിർമ്മിതികൾ, അല്ലെങ്കിൽ ഈ നഗരത്തിന്റെ ഒരു മനോഹാരിത. അത് നമ്മൾ ഇങ്ങനെ വെറുതെ ഒക്കെ വന്നിരുന്നാലും ഈ സായാഹ്നങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് പീസ്ഫുൾ മൈൻഡ് കിട്ടും. അതെ. പക്ഷെ നമുക്ക് ആ ദൂരെ കാണുന്നുണ്ടല്ലേ സാത്ഗണ്ട. ആ സാത്ഗണ്ടന്റെ എന്താണ് ചരിത്രം? കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.